ദിലീപിനെ നടിയെ പീഡിപ്പിച്ച കേസിൽ വെറുതെ വിട്ടതിൽ ധാർമ്മികമായ പലർക്കും കേരളത്തിലെ രോക്ഷം ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. തന്നെ കുരുക്കിയത് തൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരാണ്. ഗൂഢാലോചന ഇതിലുണ്ട് എന്ന് തുടക്കത്തിൽ പറഞ്ഞ് മഞ്ജു വാര്യരാണ് കോടതിയിൽ മൊഴി പകർത്തിയത്, മൊഴി പറഞ്ഞത്. അതുകൊണ്ട് ഗൂഢാലോചന എനിക്കെതിരായി ഉണ്ടായതും മഞ്ജു വാര്യരിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിനെതിരെ മഞ്ജു വാര്യർക്കെതിരായിട്ടും അവരെ കൂടെ നിന്ന ഈ കേസ് തനിക്കെതിരായിട്ട് കെട്ടിപ്പടുത്ത DGP സന്ധ്യയ്ക്കെതിരായിട്ടും അവരോട് സഹകരിച്ച കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും തന്നെ കുരുക്കിയ ചില ചാനലുകാർക്കും എതിരായി താനൊരു കേസ് കൊടുക്കുന്നു എന്നാണ് വിധി വന്ന ഉടനെ ദിലീപിൻ്റെ പ്രതികരണം. അത് വളരെ കാൽക്കുലേറ്റഡായ കണക്ക് കൂട്ടിയ ഒരു പ്രതികരണമായി. ഇപ്പം ഇതിനെ തുടർന്ന് നടിക്കെതിരായും മഞ്ജു വാര്യർക്കെതിരായും അതുപോലെ തന്നെ IG സന്ധ്യയ്ക്കെതിരായും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയൊക്കെ കേസ് കൊടുക്കും, ഗൂഢാലോചനയ്ക്ക് കേസ് കൊടുക്കും എന്ന് ദിലീപിനെ കുറ്റവിമുക്തനായ ഉടൻ അവിടെ പ്രതികരിച്ച് നമ്മൾ കണ്ടു. ദിലീപിൻ്റെ ഭാവമാറ്റം ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ഇതിനെ സംബന്ധിച്ച് ഒരു കേസ് ഗൂഢാലോചന തനിക്കെതിരാണ്, അങ്ങനെ ഒരു കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പം മുഖ്യമന്ത്രി ഉടൻ തന്നെ പ്രതികരിച്ച് നമ്മൾ കണ്ടു. അത് അയാൾക്കുണ്ടായ ഒരു തോന്നലാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അത് കേരള പോലീസ് ഒരിക്കലും അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ള കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചാർജുള്ള മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതൊരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് പോലീസ് ഒരു പരാതി ദിലീപ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കില്ല. അത് പ്രൈവറ്റ് കംപ്ലയിൻ്റായിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്നാൽ അതിലും ഞെട്ടിക്കുന്ന വാർത്തകൾ ഇപ്പം പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം 8-ാം തീയതിയാണ് കുറ്റവിമുക്തനാക്കിയത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടു കോടതി. 7, 8, 9, 10 8-ാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെ 10 പേരെ വെറുതെ വിട്ടുകൊടുത്തു, കുറ്റവിമുക്തരാക്കി. പക്ഷേ ആ വിധിന്യായം നമ്മളാരും കണ്ടിട്ടില്ല. അത് 12-ാം തീയതി മാത്രമേ പുറത്തു വരുള്ളൂ. ഇവർ ഫൗണ്ട് ഗിൽറ്റി ആയാൽ കുറ്റം തെളിഞ്ഞു എന്ന് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷ എന്താണെന്ന് 12-ാം തീയതി കോടതി പ്രഖ്യാപിക്കും. അതോടൊപ്പം മാത്രമേ ആ ജഡ്ജ്മെൻറ്റ് പുറത്തേക്ക് വരുള്ളൂ. എങ്കിൽ മാത്രമല്ല കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു, എങ്ങനെയാണ് ഈ കുറ്റവിമുക്തനാക്കിയെന്നുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും ദിലീപ് തനിക്കെതിരായിട്ടൊരു ഗൂഢാലോചനയുണ്ട്, അങ്ങനെ ഒരു സംഭവത്തിൻ്റെ പുറത്താണ് തന്നെ ബലിയാടാക്കി തന്നെ നശിപ്പിച്ചത്, 8 വർഷവും 8 മാസവും തന്നെ ആ കുറ്റാരോപിതനായി കൊണ്ടു നടന്നതും അങ്ങനെ ട്രയൽ നടന്നതുമൊക്കെ എതിരായിട്ട് താൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനും വലിയ ഒരു സംഭവം, ഞെട്ടിക്കുന്ന വാർത്ത ഒരെണ്ണം പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഈ ജഡ്ജ്മെൻറ്റ് പുറത്ത് വന്നില്ല, 12-ാം തീയതിയേ വരുള്ളൂ. ആ ജഡ്ജ്മെൻറ്റ് ചില ഭാഗങ്ങൾ ഈ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ അവർക്ക് പേര് വെക്കാതെ ആരോ അയച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് അസോസിയേഷൻ, കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് SM ഷേണായി ഇന്ന് പറഞ്ഞത്. അങ്ങനെ ലഭിച്ച ഡിസംബർ 2-ാം തീയതി ഈ ജഡ്ജ്മെൻറ്റ് ചില ഭാഗങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള വിവരങ്ങൾ അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ അവിടെ പേര് വെക്കാതെ ആരോ അറിയിച്ചിരിക്കുന്നു. ആ വിവരങ്ങൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുക്കും എന്ന് SM ഷേണായി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതെങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ജഡ്ജ്മെൻറ്റ് 12-ാം തീയതി വരുന്നേ ഉള്ളൂ. ആ ജഡ്ജ്മെൻറ്റ് അതിനകത്ത് വരുന്ന കാര്യങ്ങളെപ്പറ്റി ചില വിവരങ്ങൾ നേരത്തെ പുറം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ ജഡ്ജ്മെൻറ്റിന്
പ്രൊനൗൺസ് ചെയ്യുന്ന ജഡ്ജിക്കെതിരായിട്ടുള്ള ഒരു നീക്കം തന്നെയായിട്ട് കണക്കാക്കാൻ ഒക്കുള്ളൂ. അത്ര ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വരുന്നൊരു ട്രയലിലെ ആ ജഡ്ജ്മെൻറ്റ് ഇപ്പം പുറത്ത് അവൈലബിൾ ആണ് എന്ന് വന്നാൽ തീർച്ചയായിട്ടും അതേപ്പറ്റി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഹൈക്കോടതി അത് അന്വേഷിക്കേണ്ടി വരും. അതുതന്നെയല്ല, ആ ജഡ്ജ്മെൻറ്റിൻ്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നമുക്ക് ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കും. പോലീസ് അന്വേഷിച്ചിട്ട് കുറ്റച്ചാർജ് കൊടുക്കും, പ്രതികളെ ശിക്ഷിക്കും. അത് ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദ്യം ആരും ചെയ്യത്തുമില്ല. പക്ഷേ അപ്പീൽ കൊടുക്കും, ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ല. അതാണ് ഇന്ത്യയിലെ നമ്മുടെ നിയമം. ഹൈക്കോടതിയിൽ ഇപ്പം ഇങ്ങനൊരു വിവരം ലഭിച്ചപ്പം അതേപ്പറ്റി ഹൈക്കോടതിക്ക് അന്വേഷിക്കാതിരിക്കാനൊക്കില്ല. ഹൈക്കോടതിയിൽ തന്നെ ഒരു വിജിലൻസ് ഉണ്ട്, ഒരു DOSPയുടെ കീഴിലൊരു വിജിലൻസ് ഉണ്ട്. അവർ മുഖേനയോ അല്ലെങ്കിൽ പോലീസിനെ കൊണ്ടോ തീർച്ചയായിട്ടും ഹൈക്കോടതി ഇത് അന്വേഷിപ്പിക്കേണ്ടി വരും. അതുതന്നെയല്ല, ഈ കേസിൻ്റെ 7 മുതൽ 10 വരെ പ്രതികളെ വെറുതെ വിട്ടപ്പം ജഡ്ജ്മെൻറ്റ് കണ്ടെങ്കിൽ മാത്രമേ ഇവരെ എങ്ങനെയാണ് വെറുതെ വിടാൻ കോടതിക്ക് കാരണമായത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഒരു തെളിവുകളും കോടതി വിശ്വസിക്കുന്നില്ല, റിലേ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ കാര്യകാരണ സഹിതമുള്ള കോടതിയുടെ വിലയിരുത്തുകൾ അത് ജഡ്ജ്മെൻറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിപ്പം മനസ്സിലാവുകയുള്ളൂ. ആരാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ എന്ന് പറയേണ്ട ഇന്ത്യയിലെ പോലീസ് തന്നെയാണ്. ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ ഗൂഢാലോചനയ്ക്ക് പോലീസ് കണ്ടെത്തുന്ന വിവരത്തിന് കോൺട്രഡിക്ടറി ആയ ഒരു വിവരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ അത് ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വർത്തമാനം പറയാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പം ഇന്ത്യയിലെ സംവിധാനം അനുസരിച്ച് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായ അതേപ്പറ്റി അന്വേഷിക്കാൻ പോലീസാണ്. ആ പോലീസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ അറിയിക്കാം, അതനുസരിച്ച് പോലീസ് അന്വേഷിക്കും. അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പോലീസ് നോക്കും. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന വാർത്തകൾ പലതും ആ ജഡ്ജ്മെൻറ്റിനെതിരാണ്, ആ കോടതിക്കെതിരാണ്. അതുകൊണ്ട് ഇതേപ്പറ്റി ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് കരുതുന്നു. 12-ാം തീയതിക്ക് ശേഷം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലെ ഇതിന് അപ്പീൽ അടിയന്തരമായിട്ട് ഫയൽ ചെയ്യുന്നു. കാരണം എന്തു പറഞ്ഞാലും ശരി, ആ വിക്ടീമിന് നടിക്ക് നീതി ലഭിച്ചില്ല. പ്രതിയായി സംശയിക്കുന്ന ആൾ അല്ലെങ്കിൽ ആളുകൾ അവർക്ക് പോലീസിൻ്റെ അടുത്ത് ഒന്നെങ്കിൽ പറയണം, ഞങ്ങളല്ല ഇന്നയാളാണ്. ഇപ്പം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വിളിച്ചു പറയുന്നത് അയാൾ നിരപരാധിയെങ്കിൽ ഒരു ഗൂഢാലോചന ഉണ്ടായെങ്കിൽ ആ വിവരങ്ങൾ പോലീസിനെ എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല. അതുകൊണ്ട് കോടതി വിധി എന്തായാലും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിന് അപ്പീൽ ഏതായാലും പോകും. അതേസമയത്ത് അമ്മയുടെ ആ സംഘടനയുടെ ഒരു അംഗമല്ല ഇപ്പം നടിയായ വിക്ടീം. WCC മാത്രമാണ് ആ വിക്ടീമിൻ്റെ ഒപ്പം നിന്നത്. അവരെല്ലാവരും അചഞ്ചലമായി ധൈര്യസമേതം അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ മാലാ പാർവതി, അങ്ങനെ അതിനകത്ത് WCCയിലെ അംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. അവർ ആ നടിക്ക് ഇതിൻ്റെ പ്രതികരണമൊന്നും ഈ വിധി വന്നപ്പം അതിൻ്റെ പ്രതികരണമൊന്നും അവർ പ്രകടിപ്പിച്ചില്ല. അവർ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു, അപ്പീലിൽ നീതി കിട്ടും എന്നാണ് കരുതുന്നത്. കോടതി ഇത് വ്യത്യസ്തമായ തലങ്ങളിൽ പരിശോധിക്കും. കാരണം പോലീസ് കൃത്യമായി എക്സലൻ്റായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് 120B ഗൂഢാലോചനയ്ക്ക് ഇന്ത്യയിൽ മറ്റ് കേസുകളെ പോലെ അല്ലെങ്കിൽ മറ്റ് സെക്ഷനിലെ പോലെ ഡയറക്റ്റ് എവിഡൻസ് സാധാരണഗതിയിൽ ലഭിക്കില്ല. സുപ്രീം കോടതിക്ക് അറിയാം. 120B എപ്പോഴും രണ്ട് മനസ്സുകൾ തമ്മിൽ ചേർന്ന് രഹസ്യമായിട്ട് സംസാരിക്കുന്ന വിവരങ്ങളാണ്. അത് പുറത്തേക്ക് അതേപടി ലഭിക്കാനുള്ള സംവിധാനമില്ല. അത് ലഭിക്കില്ല പല കേസിലും. പക്ഷേ പല കേസിലും 120B പ്രൂവ്ഡായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ പ്രൂവ്ഡായി വരുന്നത് അതിനകത്ത് രണ്ടുപേര് തമ്മിൽ രഹസ്യമായിട്ട് ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് പല പ്രാവശ്യം കണ്ടു. ആ എവിഡൻസ് കോടതി സ്വീകരിക്കും. ആ സമയത്ത് അതിൻ്റെ ഫലമായിട്ട് അവർ തമ്മിലുള്ള ഇടപാടുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഈ കേസിനകത്ത് 30,000 രൂപ നാദിർ ഷാ
ആ പൾസർ സുനിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം 1,10,000 രൂപ കൊടുത്തിട്ടുണ്ട്. അത് പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം എവിഡൻസുകൾ, ഇന്ത്യയിലെ ഒരു ഏജൻസി ഇത്തരം എവിഡൻസുകളൊന്നും കളക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ കളക്ട് ചെയ്ത വിവരങ്ങളെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ കോടതി അത് അവിശ്വസനീയമായി കണ്ടു. കോടതി അതൊന്നും ആധാരമാക്കിയില്ല. പക്ഷേ അത് എങ്ങനെയാണ് ആധാരമാക്കാതെ ഇരിക്കുന്നത് എന്നൊക്കെ പൊതുജനങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കോടതിയിലിരുന്ന ആ ദൃശ്യം അത് 3 കോടതിയിൽ, അങ്കമാലി കോടതിയിൽ വെച്ചും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ മുമ്പിൽ ആ ഓഫീസിൽ വെച്ചും അതോടൊപ്പം തന്നെ ട്രയൽ കോടതിയിൽ വെച്ചും അത് ആരോ കണ്ടിരിക്കുന്നു. അതിൻ്റെ ആഷ് വാല്യൂവിന് വ്യത്യാസം വന്നു. എങ്കിലും അതേപ്പറ്റി ഒരു അന്വേഷണം ഇതുവരെ നടത്താൻ ബാധ്യസ്ഥ ഉള്ള കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഒന്നും നടത്തിയില്ല എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ സജീവമായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോടതിയിലിരിക്കുന്ന ആ വിലപ്പെട്ട ആ മെറ്റീരിയൽ ഓബ്ജക്റ്റ് അത് നമ്മളെല്ലാവരും കോടതി അത് ട്രയൽ സമയത്ത് മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ. ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാദിപ്രതികൾക്കെല്ലാം കാണാം. അവർക്കത് എന്തെങ്കിലും രേഖപ്പെടുത്തണമെങ്കിൽ രേഖപ്പെടുത്തി എടുക്കാം. അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ്, വളരെ ക്രൂഷ്യലായ മെറ്റീരിയൽ ഓബ്ജക്റ്റ്, അത് കൃത്യമായി ആരോ ടാമ്പർ ചെയ്തിരിക്കുന്നു എന്ന് വന്നിട്ട് ആ ടാമ്പർ ചെയ്തവർക്കെതിരായിട്ട് ഒരു പ്രോസിക്യൂഷൻ സ്റ്റെപ്പ് എടുത്തിട്ടില്ല എന്നുള്ള ഈ കേസിൻ്റെ അകത്ത് ഒരു ഡിഫക്റ്റാണത്. ഇതുവരെ അത് എടുത്തിട്ടില്ല. അത് ആ ജില്ലാ കോടതിയുടെയും ഹൈക്കോടതിയുടെയും ശ്രദ്ധയെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കോടതിയിരിക്കുന്ന വിലപ്പെട്ട രേഖയിൽ ആരോ ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിശക്തമായ നടപടി വരേണ്ടതാണ്. പക്ഷേ അതിലും പൊതുജനങ്ങൾക്ക് വലിയധികം ആ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട്. എന്തുകൊണ്ട് നടപടി എടുത്തില്ല, അതും വരുന്നുണ്ട്. തന്നെയുമല്ല, ഈ കേസിനകത്ത് ഉള്ള സാക്ഷികൾ ഏകദേശം 428 സാക്ഷികൾ കൊടുത്തെങ്കിലും അതിനകത്ത് 100, 140, 160 പേരെ കണ്ട് വിസ്തരിച്ചിട്ടുള്ളൂ. എങ്കിലും ഏകദേശം 1600ഓളം ഡോക്യുമെൻ്റ് ഇതിനകത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ബാലേന്ദ്രകുമാർ എന്നയാൾ ഈ ദൃശ്യം ഈ പ്രതി ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കോടതി അത് ആധാരമാക്കിയില്ല, റിലേ ചെയ്തില്ല? അത് വളരെ വൈറ്റലായ ഒരു രേഖയായിരുന്നു. അത് പിന്നീട് കോടതി ആ കാര്യത്തെപ്പറ്റി എന്തു പറയുന്നു എന്നറിയാൻ ആകാംക്ഷ പൊതുജനങ്ങൾക്കുണ്ട്. അത് ജഡ്ജ്മെൻറ്റ് 12-ാം തീയതി വരുമ്പോഴാണ് കോടതിയുടെ ആ കാര്യത്തിലുള്ള നിഗമനം എന്തായിരുന്നു, അതെന്തുകൊണ്ട് റിലേ ചെയ്തില്ല, അത് വ്യത്യസ്തമായ രീതിയിൽ കോടതി ചിന്തിച്ചത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ജഡ്ജ്മെൻറ്റ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് അപ്പീലിൽ പോകുമ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടും എന്നാണ് കരുതുന്നത്. എന്തായാലും 6 പ്രതികൾ തീർച്ചയായിട്ടും അവർ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ അവർ പീഡനത്തിന് 6 പേരും ഒന്നിച്ച് ലയബിളാണ്. അതുകൊണ്ട് അതിന് ശിക്ഷ പറയുന്നത് അത് 20 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആകുമ്പം മരണം വരെ കിടക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ 20 വർഷത്തെ ശിക്ഷയാണ്. അതായത് 6-ാം തീയതി തീർച്ചയായിട്ടും 6 പേർക്ക് അതിശക്തമായ ഒരു ശിക്ഷ വരും. 20 വർഷം വീതം ശിക്ഷിക്കും എന്നാണ് കരുതുന്നത്. ഇതിനകത്ത് ദിലീപിന് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നു എന്ന് കോടതി കണ്ടെത്തിയിരുന്നെങ്കിൽ 20 വർഷം ദിലീപിനും കൊടുക്കണമായിരുന്നു. എന്നാലും ദിലീപ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ പ്രോസിക്യൂഷന് അതിശക്തമായ എവിഡൻസുകൾ 120 ദിലീപിനെതിരായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അത് ഹാജരാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. അത് ഹൈക്കോടതി ചെല്ലുമ്പം ഇപ്പോഴത്തെ ഈ അക്കുറ്റൽ വിധി മാറും എന്നാണ് ഞാൻ കരുതുന്നത്.